കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും സ്നേഹത്തിന്റെ പ്രാധാന്യം അറിയാം. എന്നാൽ സ്നേഹം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നൊരു ചോദ്യം വന്നാൽ അതിനുള്ള മറുപടി ബൈബിളിലെ ഒരു ലളിതമായ വാക്യത്തിലുണ്ട്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. 1 യോഹന്നാൻ 4:20. ഈ വാക്യത്തിൽ വലിയൊരു സത്യം ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ, അതായത് നമ്മുടെ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അയൽക്കാരെ, നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ദിവസവും കാണുന്നു. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം സത്യമാണോ എന്ന് അറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം നമ്മൾ കാണുന്ന മനുഷ്യരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാൽ മതി. സ്നേഹമെന്നത് വെറുതെ വാക്കുകളിലൂടെ പറയേണ്ട ഒന്നല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഒന്നാണ്. ഒരു ഉദാഹരണം പറയാം. ഒരാൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു, മണിക്കൂറുകളോളം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു എന്ന് കരുതുക. എന്നാൽ അതേസമയം വയ്യാതെ കിടക്കുന്ന അയൽക്കാരനെ സഹായിക്കാനോ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് സഹായം നൽകാനോ അയാൾ തയ്യാറല്ലെങ്കിൽ അയാളുടെ ദൈവസ്നേഹം വെറും വാക്കുകളിൽ ഒതുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. മറ്റൊരു ഉദാഹരണം. നിങ്ങളുടെ ജോലിസ്ഥലത്ത് ഒരു സഹപ്രവർത്തകന് ഒരു ചെറിയ സഹായം ആവശ്യമുണ്ട്. നിങ്ങളുടെ തിരക്കിനിടയിലും ഒരു നിമിഷം ചെലവഴിച്ച് ആ സഹായം ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ കാണുന്ന സഹോദരനെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ വീട്ടിലെ തിരക്കിൽ സഹായിക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന പങ്കാളിയെ ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് അതും ഈ സ്നേഹത്തിന്റെ ഭാഗമാണ്. നമ്മുടെ അടുത്തിരിക്കുന്ന മനുഷ്യൻ കഷ്ടപ്പെടുമ്പോൾ അവരെ കണ്ടിട്ടും നമ്മൾ മുഖം തിരിക്കുന്നുവെങ്കിൽ കാണാത്ത ദൈവത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹമെന്നത് ആകാശത്തേക്ക് ഉയർത്തുന്ന കൈകളിലല്ല, മറിച്ച് നമ്മുടെ സഹോദരന് നേരെ നീട്ടുന്ന കൈകളിലാണ് നിലനിൽക്കുന്നത്. ഇന്ന് നമുക്ക് ചുറ്റും നോക്കാം. നമ്മുടെ സ്നേഹം തുടങ്ങേണ്ടത് നമ്മുടെ അടുത്തുള്ള മനുഷ്യരിൽ നിന്നാണ്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ കാണപ്പെടാത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നന്ദി.